അതെ, ഇന്നൊരു പോത്ത് ബിരിയാണി ഉണ്ടാക്കാൻ പോകട്ടോ. അതിനെന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു 4 വലിയ സവാള ചെറുതാക്കി അരിയുക, 2 വലിയ പഴുത്ത തക്കാളി അതും ഇതുപോലെ ചെറുതാക്കി അരിയുക. കണ്ടോ, തക്കാളി, ഉള്ളി, പിന്നെ വെള്ളുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു ബൾബ് വെള്ളുള്ളി, ഒരു 6 പച്ചമുളക്. പിന്നെ വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി. ഇറച്ചി നമ്മൾ ഇതുപോലെ ഒരു മീഡിയം കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വയ്ക്കുക. നുറുക്കിയിട്ട് വൃത്തിയായി കഴുകി മാറ്റി വയ്ക്കുക. ഇതുപോലെ കണ്ടില്ലേ. എന്നിട്ട് അടുത്ത് എന്താണെന്ന് വെച്ചാൽ അരി, ഒരു 3 ഗ്ലാസ് ബാസ്മതി അരി എടുത്തിട്ടുണ്ട് ഞാൻ. അത് വെള്ളം ഒഴിച്ചിട്ട് വൃത്തിയായിട്ട് കഴുകി വയ്ക്കുക. കഴുകിയതിന് ശേഷം അത് മൂടുന്ന തരത്തിൽ വെള്ളം ഒഴിക്കുക. ആ വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടി വയ്ക്കുക. കണ്ടില്ലേ, ഇതുപോലെ അരി കുതിരാൻ വയ്ക്കുക. ഇനി ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലൊരു 4 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിക്കുക. പിന്നെ 2 സ്പൂണ് നെയ്യും കൂടെ ഇടുക. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക. ഒന്ന് തിരുമ്പി ഇട്ടാൽ മതി. തിരുമ്പി ഇട്ടാൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. പിന്നെ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ അതിൽ നമ്മൾ ഇറച്ചിയുടെ അളവ് 1 കിലോനാണ് കേട്ടോ. ബീഫ് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 1 കിലോ ബീഫാണ് നമ്മൾ ബിരിയാണിക്ക് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഏതാണ്ട് സോട്ടായി ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ നമുക്കത് കോരിയെടുക്കാം. മൊരിഞ്ഞ് തുടങ്ങിയാൽ പിന്നെ പെട്ടെന്ന് കരിയും, അതുകൊണ്ട് പെട്ടെന്ന് എടുക്കണം. ഓക്കെ, കുക്കർ എടുത്തിട്ട് അതിൽ എണ്ണ ഒഴിക്കുക. ആവശ്യത്തിന് ഒരു 4 ടീസ്പൂണ്, ടീസ്പൂണല്ല, ടേബിൾ സ്പൂണ് ഓയിൽ വേണം. അതിലേക്ക് വെള്ളുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്തിട്ടൊന്ന് സോട്ട് ചെയ്യുക. അതിൻ്റെ ആ പച്ചമുളകൊക്കെ മാറുന്ന വരയ്ക്കും ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നവരേക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട്, ഉണ്ടല്ലേ. ഈ സമയത്ത് അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടരുത്. ഇനി അതൊന്നും കൂടി ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ കഴുകി വെച്ച ഇറച്ചി ഇതിൽ ചേർക്കാം. വേറെ ഒരു മസാല ഇപ്പോൾ ചേർക്കരുത്, ഇറച്ചി ചേർക്കുക. എന്നിട്ടൊരു 6 വിസിൽ വരുന്നവരേക്ക്, 6 or 7 വിസിൽ വരുന്നവരേക്ക് കുക്കർ വെയിറ്റ് ഇട്ടിട്ട് കത്തിക്കുക. ഇത് വെന്ത് കഴിഞ്ഞാൽ അത് വേറൊരു ചെമ്പിലേക്ക് മാറ്റാം. ആ ചെമ്പിലേക്ക് മാറ്റിയതിന് ശേഷം അതിൽ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി പൊരിച്ചെടുത്തിട്ടുണ്ട്. ആ പൊരിച്ച ഉള്ളി, പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, അത് 3 കൂടി ഇതിൽ ചേർക്കണം. ചേർത്തൊന്ന് ഇളക്കി നല്ലോണം യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ മസാലയുടെ പണി കഴിഞ്ഞു കേട്ടോ. ഇനി ചോറ് ഒരു ചെമ്പിൽ നമുക്കൊരു 3 ഗ്ലാസ് അരി വെന്ത് കിട്ടാനുള്ള വെള്ളം, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പാകാക്കിയിട്ട് കുറച്ച് ഗരം മസാല, പട്ട, ഗ്രാമ്പു, തക്കോലം, ഏലക്കയൊക്കെ ചേർക്കുക. ആ വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചുള്ള അരി ഊറ്റിയിട്ട് ഇതിലിടും. ഈ അരി വെന്ത് വരുന്ന നേരത്തിന് നമുക്ക് ഇതിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം.
ഓക്കെ. ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യോ ഓയിലോ കുഴപ്പമില്ല. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് പൊരിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ അരി ഏകദേശം വേവായിട്ടുണ്ട്. ഒരു 70% വെന്താൽ മതി. പിന്നെ നമുക്ക് ദമ്മിൽ വെന്ത് കിട്ടും. അപ്പോൾ അരി ഊറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് ദമ്മിലേക്ക് കിടക്കാം. അതിന് നമ്മുടെ ഉള്ളി പൊരിച്ചത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ആ സാധനങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കുക. വാനില എസൻസ്, റോസ് വാട്ടർ എല്ലാം ഉണ്ട്. കുറച്ച് ഉള്ളി ഇതിൻ്റെ മുകളിലിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ചോറ് അതിൻ്റെ മുകളിലിടാം. മസാലയുടെ മുകളിൽ ചോറിടുക. അതൊന്ന് ഒപ്പാക്കിയതിന് ശേഷം ഉള്ളി പൊരിച്ചത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പുതിന, കുറച്ച് ഈ വാനില എസൻസ്, സ്വല്പം റോസ് വാട്ടർ, അത് നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത്രയിട്ട് എല്ലാം കൂടി ലെവലാക്കിയതിന് ശേഷം ഒരു ലെയറും കൂടെ ചോറ് അതിന് മുകളിലിടുക. ഇനി ചോറ് അതിൻ്റെ മുകളിൽ നിരത്തിയിട്ട് ഇതിൽ ബാക്കി വന്നിട്ടുള്ള എല്ലാതും കൂടെ അതിൻ്റെ മുകളിൽ വീണ്ടും ചേർക്കുക. എസൻസ് ഒഴിക്കുക, റോസ് വാട്ടർ ഒഴിക്കുക, പിന്നെ മല്ലിച്ചപ്പ്, പുതിന, ഉള്ളി പൊരിച്ചത് എല്ലാം ചേർത്തിട്ട് ഓക്കെ. ഫോയിൽ പേപ്പർ മുകളിലിട്ടിട്ട് മൂടി പ്രസ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദമാവ് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ, വലിയ ചെമ്പിലാണെങ്കിൽ മൈദമാവ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ചെറിയ ചെമ്പായ കാരണം നമുക്ക് ഫോയിൽ പേപ്പർ വെച്ചിട്ട് മൂടി ടൈറ്റ് ചെയ്തിട്ട് നമുക്കൊരു 40 മിനിറ്റ് ഓവനിലാണ് ഞാൻ ചെയ്യണത്. നിങ്ങൾക്ക് മറ്റേ അടുപ്പത്ത് ചെയ്യുകയാണെങ്കിൽ അടിയിൽ നല്ല കട്ടിയുള്ള ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു 10-40 മിനിറ്റ് ചെറിയ തീയിൽ ദം ചെയ്തെടുക്കുക. ഇതുപോലെ ഇരിക്കും ദമ്മ് പൊട്ടിച്ചാൽ. നല്ല ടേസ്റ്റാണ്. ഇറച്ചിയൊക്കെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ? ദിസ് ഇസ് മൈ ബിരിയാണി.